ഇസ്രായേലും അമേരിക്കയും പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധം, ഇറാനെ ആക്രമിച്ചുകൊണ്ട് തുടങ്ങിയ യുദ്ധം 3 ആഴ്ച പിന്നിടുകയാണ്. കടുത്ത നാശനഷ്ടങ്ങളും ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളും നേരിടുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അമേരിക്കൻ ബേസ്മെൻറ്റുകളുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിടുന്നത്. ഈ ഘട്ടത്തിൽ GCC രാജ്യങ്ങളോട്, ഗൾഫ് രാജ്യങ്ങളോട് ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് പെസഷ്കിയാൻ. ഈദ് ദിനത്തോടനുബന്ധിച്ച് തൻ്റെ എക്സിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ഇക്കാര്യം ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത്. അയൽ രാജ്യങ്ങളുമായി ചേർന്ന് നിൽക്കാനുള്ള ഇറാൻ്റെ താൽപ്പര്യമാണ് ആ മെസ്സേജിലൂടെ അദ്ദേഹം നൽകുന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിലുള്ള ഭിന്നതകൾ, അതിൻ്റെ ഗുണഭോക്താവ് ഇസ്രായേൽ മാത്രമായിരിക്കുമെന്ന് പെസഷ്കിയാൻ ഓർമ്മിപ്പിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കാരായ ഇസ്ലാമിക രാജ്യങ്ങളെ, നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്. നിങ്ങളുമായി ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ എക്സിൽ കുറിച്ച വാചകങ്ങൾ. യുദ്ധം 20 ദിവസം പിന്നിടുമ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത്. അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇറാനിലുള്ളത്. ഇറാനിലെ പ്രകൃതിവാതക പാടത്തിന് നേരെയും ബൂഷർ ആണവ നിലയത്തിനും നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഇറാനെ കൂടുതൽ പ്രത്യാക്രമണത്തിലേക്ക് നയിച്ചത്. ഇറാൻ്റെ എണ്ണശേഖരത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇറാൻ നൽകിയ മറുപടി GCC രാജ്യങ്ങളിലെ റിഫൈനറികൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടാണ്. സൗദിയിലെയും ഖത്തറിലെയും UAEയിലെയും റിഫൈനറികൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. പെസഷ്കിയാൻ്റെ നിലപാട് പുതുമയുള്ളതല്ല. മുമ്പും അദ്ദേഹം അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിൻ്റെ പേരിൽ GCC രാജ്യങ്ങളോട് മാപ്പ് ചോദിച്ചിരുന്നു. പിന്നീട് ഇറാൻ നേതൃത്വം അത് തിരുത്തുന്ന നിലപാടാണ് എടുത്തിരുന്നത്. ഇപ്പോൾ പെസഷ്കിയാൻ്റെ പ്രസ്താവനയിൽ കൃത്യമായ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന് അവകാശമുണ്ടെന്ന് അദ്ദേഹം സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. തങ്ങളുടെ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന ശക്തികളുടെ സൈനിക കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം ഈ മെസ്സേജിൽ ആവർത്തിക്കുകയുണ്ടായി. GCC രാജ്യങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു സൂചനയാണ് പെസഷ്കിയാൻ്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്.